എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ നിയമങ്ങളും അതുപോലെ തന്നെ അത് എനാക്ട് ചെയ്ത വർഷങ്ങളുമാണ് ഇന്നത്തെ 10 ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ്. കാരണം ഏത് വർഷമാണ് ഏത് ആക്ട് എനാക്ട് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് നിയമങ്ങളും അത് എനാക്ട് ചെയ്ത വർഷങ്ങളും എന്ന രീതിയിൽ ഇന്നത്തെ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആദ്യം നിങ്ങൾ ഉത്തരം കിട്ടുന്നതൊക്കെ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എത്ര എണ്ണം കിട്ടിയെന്ന് നോക്കാം. ആദ്യത്തേത് 3ാം കൗൺസിൽ ആക്ട്. ഇത് 1947 മുമ്പുള്ള ആക്റ്റാണ്. 3ാം കൗൺസിൽ ആക്ട് എന്ന് പറയുന്നത് 3 കൗൺസിൽ ആക്റ്റാണ്. ഇത് അവസാനത്തെ ആക്ട് എന്ന് പറയുന്നത് ഏത് വർഷമാണ് എനാക്ട് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ആധാർ ആക്ട് എനാക്ട് ചെയ്ത വർഷം ഏതാണ്? 2. 3 ആൻറ്റി ഹൈജാക്കിംഗ് ആക്ട്. ഇത് അത്ര ഫെമിലിയർ ആയിരിക്കില്ല. ആൻറ്റി ഹൈജാക്കിംഗ് ആക്ട് ഈ എയർപ്ലെയിൻസ് ഹൈജാക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടാണ്. സിവിയർ പണിഷ്മെൻറ്റാണ് ഇങ്ങനെയുള്ള ആക്റ്റുകൾക്ക് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ആക്റ്റിൽ നിഷ്കർഷിച്ചിരിക്കുന്നത് വളരെ സിവിയർ ആയിട്ടുള്ള പണിഷ്മെൻറ്റ്സ് ആണ് ഹൈജാക്കിംഗ് അറ്റംപ്റ്റിനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്റ്റാണ്. അധികം കേൾക്കാത്ത ആക്റ്റ് ആയിരിക്കും. 4 കോയിനേജ് ആക്ട്. സെൻട്രൽ ഗവൺമെൻറ് കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്റ്റാണ് കോയിനേജ് ആക്ട്. ഏതാണ് വർഷം? 5 ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട്. ഇതിന് ഇപ്പോഴൊരു പ്രാധാന്യമുണ്ട്. കാരണം നമുക്ക് ഒരുപാട് എക്കണോമിക് ക്രൈംസ് കാണാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വെട്ടിപ്പ് നടത്തിയിട്ട് ബാങ്കുകളിൽ നിന്നൊക്കെ പൈസ ലോൺ എടുത്തതിന് ശേഷം തിരിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് ഇതിനെ തടയാനുള്ള ഒരു ആക്റ്റാണ്. ഏത് വർഷമാണ് വന്നതെന്ന് പറയണം. 6 ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റാണ്. ഏത് വർഷമാണെന്ന് അറിയാം. ഭക്ഷ്യസുരക്ഷാ നിയമം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഏത് വർഷമാണെന്ന് അറിയണം. നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റീസ് ആക്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ അതായത് സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഈ കായിക മേഖലയിലെ ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റായി മാറിയേക്കാം ചോദ്യങ്ങളിൽ. നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ആക്ട്. 9 പോക്സോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ്. അത് എല്ലാവർക്കും അറിയേണ്ടതാണ്. 10 FSSI ഫുഡ് സ്റ്റാൻഡേർഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ. FSSI ഏത് വർഷമാണ്? അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്യാം. 3ാം കൗൺസിൽ ആക്ട്. 3rd കൗൺസിൽ ആക്ടിനൊരു പേരും പറയാറുണ്ട്. മോർലി മിൻറ്റോ റിഫോംസ് അല്ലേ? മോർലി മിൻറ്റോ. അപ്പോൾ ഏത് വർഷമാണ്? 1909 3rd കൗൺസിൽ ആക്ട്. ആദ്യത്തെ കൗൺസിൽ ആക്ട് എപ്പോഴാണ്? 1861. ഫസ്റ്റ് കൗൺസിൽ ആക്ട് എന്ന് പറയുന്നത് 1861. പോർട്ട്ഫോളിയോ സിസ്റ്റമൊക്കെ ഇതിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് 1892. ഇത് 2nd കൗൺസിൽ ആക്റ്റാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും അവസാനത്തെ ആക്റ്റാണ് ഈ 3rd കൗൺസിൽ ആക്ടിലെ മോർലി മിൻറ്റോ റിഫോംസ്. ഇതിലാണ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്ന് പറഞ്ഞ മുസ്ലിം സമുദായത്തിൻ്റെ കാൻഡിഡേറ്റിന് മുസ്ലിംസ് മാത്രം വോട്ട് ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ കമ്മ്യൂണൽ ഇലക്ടറേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു നിയമമാണ് ഈ 3ാമത്തെ കൗൺസിൽ ആക്ട് മോർലി മിൻറ്റോ റിഫോംസ് എന്ന് പറയുന്നത്. 2 ആധാർ ആക്ട് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ഇതിൻ്റെ ആൾക്കാരുടെ പ്രൈവസിയൊക്കെ ആയി ബന്ധപ്പെട്ട ആധാറിൻ്റെ ഒരുപാട് തരം കോൺടെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ആക്റ്റാണ് ആധാർ ആക്ട് എന്ന് പറയുന്നത്. കാരണം ആധാർ മാൻഡേറ്ററി ആണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിസ്കഷൻ ആ സമയത്ത് വന്നിരുന്നു. അപ്പോൾ ആധാർ ആക്ട് ഏത് വർഷമാണെന്ന് പറയണം. ഏത് വർഷമാണ്? 2016. 2016 ആധാർ ആക്ട് 2016. ആൻറ്റി ഹൈജാക്കിംഗ് ആക്ട് നമ്മൾ പറഞ്ഞ പോലെ അധികം കേൾക്കാത്ത ഒരു ആക്ട് ആയിരിക്കണം ആൻറ്റി ഹൈജാക്കിംഗ് ആക്ട്. ഈ എയർപ്ലെയിൻസിൽ ഹൈജാക്കിങ്ങുമായി ബന്ധപ്പെട്ട ഇവൻറ്റ്സ് നടന്നാൽ അതിൻ്റെ പണിഷ്മെൻ്റൊക്കെ പറഞ്ഞിരിക്കുന്ന ആക്റ്റാണ് ആൻറ്റി ഹൈജാക്കിംഗ് ആക്ട്. അതും 2016. കോയിനേജ് ആക്ട്. കോയിൻ ഇഷ്യൂസൊക്കെ ആയി ബന്ധപ്പെട്ട് ഇഷ്യൂവൽ ഓഫ് കോയിൻസൊക്കെ ആയി ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ് ഡീൽ ചെയ്ത അല്ലെങ്കിൽ പാർലമെൻറ്റ് ഡീൽ ചെയ്ത ഒരു ആക്റ്റാണ് കോയിനേജ് ആക്ട്. ഏത് വർഷമാണ്? 2011 കോയിനേജ് ആക്ട്. 2011. ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട്. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 100 കോടിക്ക് മുകളിൽ തട്ടിപ്പ് നടത്തിയിട്ട് ഇവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരെയൊക്കെ അതൊക്കെ കർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്റ്റാണ്. അതിനൊരു പ്രിവെൻഷൻ പോലെയാണ് ഈ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് ക്രൈംസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ കൃത്രിമം കാണിച്ച് പുറത്തേക്ക് മുങ്ങുന്നവർക്കൊക്കെ പണിഷ്മെൻറ്റൊക്കെ കൊടുക്കുന്ന ഒരു ആക്റ്റാണ് ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് എന്ന് പറയുന്നത്. 2018 ആക്ടിൻ്റെ വർഷം. ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് ഏത് വർഷമാണ്? വളരെ സിമ്പിളാണ്. ചോദിച്ച ചോദ്യമാണ്. 2019. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാ വർഷം? 2013. നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റീസ് ആക്ട് ഏത് വർഷമാണ്? 2018. നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ആക്ട് 2018. പോക്സോ നിയമം വീണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയമമാണ് 2012.
അവസാനത്തേത് FSSI. ഞാൻ നേരത്തെ തെറ്റിയാണെന്നൊന്ന് പറഞ്ഞത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. FSSI രൂപീകൃതമായത് ഈ ആക്ട് വഴിയാണ്. ഏതാണ് വർഷം? 2006 വർഷം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഡിസ്കഷനിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്ര വേണം? കട്ട് ഓഫ് ഒരു 7 ഇട്ടൂടെ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 7 നോക്കാം കട്ട് ഓഫ്. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. നമുക്ക് നാളെ കാണാം.